Hello everyone, welcome back to Silent Learning. It's me Jamshad. സംഭവം ശരിയാണ്. 10 most used idioms. അതായത് ലോകത്താകമാനം ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 10 idioms ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ബിക്കോസ് നമ്മൾ ഈ ഒരു idioms എങ്കിലും നമ്മൾ എന്താക്കണം അറിഞ്ഞിരിക്കണം. ചില മിക്ക idioms ഒക്കെ നിങ്ങൾ അറിയുന്നതായിരിക്കും. ഏതായാലും ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഇംഗ്ലീഷ് റിലേറ്റഡ് സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റു സബ്ജക്ട് റിലേറ്റഡ് ഉള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ എന്താക്കുക ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തില്ല. ഇതുപോലെ ധാരാളം വീഡിയോസ് ഇതിൽ വരുന്നതായിരിക്കും. സോ മിസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഓക്കെ. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇഡിയംസിലേക്കാണ് കിടക്കാൻ പോകുന്നത്. വിത്ത് എക്സാമ്പിൾസ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ബ്രേക്ക് ദ ഐസ്. ഓക്കെ, ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഇൻ എ സോഷ്യൽ സെറ്റിംഗ് ആൻഡ് മേക്ക് എവരിവൺ ഫീൽ കംഫർട്ടബിൾ. എല്ലാവരും കംഫർട്ട് ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്നൊക്കെ പറയാറുണ്ട്. ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി കംഫർട്ട് ആവാൻ വേണ്ടി, നമ്മൾ ആദ്യമായിട്ട് ഒരു ടീമിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ കുറച്ച് കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ പിന്നെ എന്തെങ്കിലും ഫണ്ണി ജോക്സ് പറയുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക, അവരുടെ ഗ്രൂപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ബ്രേക്ക് ദ ഐസ്. എക്സാമ്പിൾ, അറ്റ് ദ പാർട്ടി ജോൺ ടോൾഡ് എ ഫണ്ണി ജോക്ക് ടു ബ്രേക്ക് ദ ഐസ്. ആ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ അല്ലെങ്കിൽ ഐസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊന്ന് കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് അവരെന്താക്കി ഒരു ജോക്ക് പൊട്ടിച്ചു, അതായത് ഒരു തമാശ പറഞ്ഞു എന്ന് പറയാം. നെക്സ്റ്റ് വൺ, പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് കേക്ക് പലരും എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവം. ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്. വളരെ ഈസി എന്ന് പറയും. സംതിങ് വെരി ഈസി ടു ഡു. എന്തെങ്കിലും ഒരു കാര്യം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. ദ മാത്ത് ചൂസ് പീസ് ഓഫ് കേക്ക് ഫോർ ഹർ ബിക്കോസ് ഷീ ഹാഡ് സ്റ്റഡീഡ് വെൽ. നന്നായി പഠിച്ചത് കൊണ്ട് അവർക്ക് മാത്സ് എക്സാം ഒക്കെ വളരെ ഈസി ആണ്. ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറയാൻ പറ്റും. സോ വി ഹാവ് ടു യൂസ് ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് idioms in our conversation and writing also. Okay, next one, let the cat out of the bag എന്ന് പറഞ്ഞാൽ to reveal a secret unintentionally. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാതെ ഒരു എന്തെങ്കിലും ഒരു സീക്രട്ട് എന്താക്കുക, ഉദ്ദേശിക്കാതെ പറഞ്ഞു പോകുന്നതിനാണ് let the cat out of the bag എന്ന് പറയുന്നത്. അതായത് she let the cat out of the bag about the surprise party. ഒരു സർപ്രൈസ് പാർട്ടി ഉണ്ടായിരുന്നു, ആ ഒരു സർപ്രൈസ് ആയിരുന്നു, പക്ഷെ അതിനെ പറ്റി നേരത്തെ ഓൾറെഡി എന്താക്കി പറഞ്ഞു. ഇവരൊക്കെ ബർത്ത്ഡേ ഉണ്ട്, ബർത്ത്ഡേക്ക് അവരെ സർപ്രൈസ് ആക്കാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ ഒരുത്തം പോയിട്ട് എന്താക്കി അവനോട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ എന്ന് നേരത്തെ പറഞ്ഞ സമയത്ത് ഓഹോ പാർട്ടി ഉണ്ടാവും. അങ്ങനെ എന്തായി പോയി, ഓൾറെഡി ആ ഒരു സീക്രട്ട് റിവീൽ ആയി പോയി. അങ്ങനെ അതിനാണ് പറയുന്നത് the cat out of the bag എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, the nail on the head എന്ന് പറയും. ഓക്കെ, വാട്ട്സ് മീനിങ്? To describe exactly what is causing a situation or problem. ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. എക്സാക്ട്ലി വാട്ട് ഈസ് കോസിങ് എ സിറ്റുവേഷൻ ഓർ പ്രോബ്ലം. ആ ഒരു പ്രോബ്ലത്തെയോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോ കറക്റ്റ് പറഞ്ഞു കൊടുക്കുക, ഡിസ്ക്രൈബ് ചെയ്തതിനാണ് hit the nail on the head എന്ന് പറയുന്നത്. അതായത് when you say this project needs better planning, you hit the nail on the head. അതായത് ഇതിന് ഒരു better planning വേണം എന്ന് പറഞ്ഞ സമയത്ത് നീ കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. അതായത് കുറുക്കി കൊള്ളുക എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ് hit the nail on the head എന്ന് പറയുന്നത്. ഫിഫ്ത് വൺ, സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിസ്ക്ലോസ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. വളരെ കോൺഫിഡൻഷ്യൽ, ആരോടും പറയാതെ വെച്ചിരുന്ന, അത്രയും സീക്രട്ട് ആയിട്ട് വെച്ചിരുന്ന ആ ഒരു രഹസ്യം പറഞ്ഞു പോകുന്നതിനാണ്, ഡിസ്ക്ലോസ് ചെയ്യുന്നതിനാണ്, വെളിവാക്കുന്നതിനാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ ഈ ഒരു സംഭവമായിട്ട് നമുക്ക് ലൈക്ക് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്നതിന് ഈ ഒരു ഇഡിയംസുമായിട്ട് ചെറിയൊരു റിലേഷൻ ഉണ്ട്. ആക്ച്വലി ഇതെന്താണ്, സർപ്രൈസ് ആണ് ഇത്, പക്ഷേ എന്താണ്, സീക്രട്ട് ആണ്. ഓക്കെ, കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. ഡോണ്ട് സ്പിൽ ദ ബീൻസ് അബൌട്ട് എ ന്യൂ ബിസിനസ് ഐഡിയ ബിഫോർ ഇറ്റ്സ് ഫൈനലൈസ്ഡ്. നമ്മുടെ ബിസിനസ് ഐഡിയ ഫൈനലൈസ് ആവുന്നതിന് മുമ്പ് എന്താക്കരുത്, പുറത്ത് വിടരുത് എന്ന് പറയണം. ഓക്കെ, 6 ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. ഓക്കെ, ഇത് പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ടു വർക്ക് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. ലേറ്റ് ആയിട്ടും രാത്രിയും നിർത്താതെ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനാണ് പറയുന്നത് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത്. ആക്ച്വലി ഹി ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ ടു ഫിനിഷ് ഹിസ് അസൈൻമെന്റ് ബിഫോർ ദ ഡെഡ്ലൈൻ. ഡെഡ്ലൈന് മുമ്പ് അവന്റെ അസൈൻമെന്റ് തീർക്കാൻ വേണ്ടിയിട്ട് അവൻ എന്താക്കി, രാത്രി ഉറക്കമൊഴിച്ചു. അതായത് എന്താക്കി, ഉറക്കമൊളിച്ചുകൊണ്ട് അവൻ എന്താക്കി, പണിയെടുത്തു, ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളതിന്. ഓക്കെ, അതായത് രാത്രി മിഡ് നൈറ്റ് ഓയിൽ കത്തിച്ചിരിക്കുക എന്നല്ല ഉദ്ദേശം, അതിനാണ് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ലേറ്റ് നൈറ്റിൽ വർക്ക് ചെയ്യുക. ഓക്കെ, bite the bullet എന്ന് പറഞ്ഞാൽ to face a difficult situation bravely. ഏതൊരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വളരെ ധൈര്യത്തോടു കൂടി നേടുക, അതിനാണ് bite the bullet. ബുള്ളറ്റ് ശരിക്കും നമുക്ക് ബൈറ്റ് ചെയ്യാൻ പറ്റുമോ? മറ്റേ രജനികാന്തിന്റെ ഫിലിമിലൊക്കെ പോകുന്ന സമയത്ത്, രജനികാന്തല്ല, തമിഴ് ഫിലിമിലൊക്കെ ഉണ്ടാവും കുറച്ച് എക്സ്ട്രാ എന്താ പറയാ, എക്സാജറേറ്റ് ചെയ്തിട്ട് ചില ഫിലിംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ബുള്ളറ്റൊക്കെ എന്താക്കും, കടിച്ചിട്ട് തിരിച്ചുണ്ടാക്കും. അതുപോലെ തന്നെ ബൈ ദ ബുള്ളറ്റ് നമുക്ക് അടിക്കാൻ പറ്റുമോ? ബുള്ളറ്റ് വെടിവെച്ച് കഴിഞ്ഞാൽ നോ. അപ്പോൾ ടു ഫേസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അതായത് അത്രയും വലിയ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വളരെ ധൈര്യത്തോട് നേരിടുന്നതിനാണ് ബൈ ദ ബുള്ളറ്റ് എന്ന് പറയാം. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഗോ ടു ദ ഡെന്റിസ്റ്റിന്റെ അടുത്ത് എനിക്ക് പോകണ്ട, കാരണം ഐ ഹാഡ് ടു ബൈ ദ ബുള്ളറ്റ്. പക്ഷേ എന്താക്കണം, ആ ഒരു വലിയ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എനിക്ക് എന്താക്കണം, നേരിടേണ്ടതുണ്ട്. എനിക്ക് പോകാനൊന്നും ഇഷ്ടമൊന്നുമില്ല, പക്ഷെ എന്നാലും പോകണമെന്നില്ല, പക്ഷെ എന്നാലും എനിക്കത് നേരിടേണ്ടിയിരിക്കുന്നു. I had to bite the bullet. Okay, next one. Under the weather എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിംഗ് അൺവെൽ, അത്ര സുഖമില്ല. അതായത് വെതറിന്റെ അടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സുഖമില്ല, ഭയങ്കര അസുഖമാണ്, അസുഖബാധിതനായി എന്നുള്ളതാണ്. I'm feeling a bit under the weather today, so I'll സ്റ്റേ ഹോം. എനിക്ക് അത്ര സുഖം തോന്നുന്നില്ല. മീൻസ് എന്തോ ഒരു അസുഖം പോലെ പനി വരുന്നത് പോലെ തോന്നുന്നുണ്ട്, എന്തോ ഒരു അസുഖം വരുന്നുണ്ട്, സുഖമില്ലായ്മയുണ്ട്. സോ ഞാൻ എന്താക്കണം, വീട്ടിലിരിക്കും എന്ന് പറയാം. കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. ഒരു
കൈയും ഒരു കാലും വിലപിടിപ്പുണ്ട്. അതായത് സംതിങ് ദാറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. അതായത് നല്ല വിലപിടിപ്പുള്ള സാധനത്തിന് പറയുന്ന വിലപിടിപ്പുള്ളത് എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇഡിയമാണ് കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. ഓക്കെ ഓക്കെ, ദി ന്യൂ ഐഫോൺ കോസ്റ്റ് ആൻ ആം ആൻഡ് ലെഗ്. ഓക്കെ, സത്യം അല്ലേ? പുതിയ ഐഫോൺ എന്തിന് ഇത് ഒരു കിഡ്നി വിറ്റാൽ പോലും കിട്ടൂല എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇറ്റ്സ് കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ് എന്ന് പറയാൻ പറ്റും. സോ ഇത് നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറന്നത്. ആൻഡ് ലാസ്റ്റ് ബട്ട് ലീസ്റ്റ്, ഓക്കെ, വെൻ പിഗ്സ് ഫ്ലൈ എന്ന് പറയാറുണ്ട്. നമ്മുടെ കാക്ക മലർന്ന് പറക്കും. ഓക്കെ, നീ പരീക്ഷ പാസ്സായോളെ കാക്ക മലർന്ന് പറക്കും. അതായത് സംതിങ് ദാറ്റ് വിൽ നെവർ ഹാപ്പൻ, ഒരിക്കലും നടക്കാത്ത സംഭവങ്ങൾക്ക് പറയുന്നതാണ് വെൻ പിഗ്സ് ഫ്ലൈ എന്ന് പറയുന്നത്. സോ ഹിൽ ക്ലീൻ ഹിസ് റൂം വെൻ പിഗ്സ് ഫ്ലൈ. ഓനെ റൂം ക്ലീൻ ചെയ്യും. അപ്പോ ഇവിടെ പന്നികൾ പറക്കാണെങ്കിലും എന്താക്കും, റൂം ക്ലീൻ ചെയ്യും. അതായത് ഒരിക്കലും ഓൻ എന്താക്കൂല, ക്ലീൻ ചെയ്യൂല എന്നാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. സോ ഇതുപോലെ ധാരാളം വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്നത്. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ എന്താണ് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് ഇഡിയം ആണെങ്കിലും ആ ഒരു ഇഡിയം വെച്ചുകൊണ്ട് ഒരൊറ്റ എക്സാമ്പിൾ, സോ യു നെവർ ഗോണ forget that idiom. ആ ഒരു ഇഡിയം മറന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞതിൽ 10 വെച്ചിട്ടും ഈ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ഇഡിയത്തിന്റെ ഒരു എക്സാമ്പിളും കൂടി പറ്റുകയാണെങ്കിൽ ഇടുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയാൻ മറന്നു വരുന്നത്. അപ്പൊ ഇതുപോലെ മറ്റു ധാരാളം വീഡിയോസുമായിട്ട് വീണ്ടും കാണാൻ വേണ്ടി ബൈ. താങ്ക് യു.